നമസ്കാരം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്ന BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയും അവരുടെ നേതൃത്വത്തിലുള്ള NDAയുടെ പാർലമെൻറ്റ് നേതാക്കന്മാരും ഈയിടെ കാട്ടിക്കൂട്ടിയത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ബാബാ സാഹേബ് അംബേദ്കറെ അവഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പാർലമെൻറ്റിന് പുറത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ ഇന്ത്യ മുന്നണി നേതാക്കന്മാരെ പാർലമെൻറ്റ് ഗേറ്റിൽ തടയുകയും അവരെ പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരും ആരോപിക്കുന്നത്. അവരുടെ ആരോപണത്തിന് തടയിടാൻ വേണ്ടി BJP ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി NDAയിലെ ഒരു MPയെ തള്ളിയിട്ടെന്നും ആ MP മറ്റൊരു MPയുടെ മേൽ വീണ് അവർക്ക് പരിക്ക് പറ്റിയെന്നുമാണ്. അതിനെതിരെ BJP രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം BJPയുടെയും NDAയുടെയും നേതാക്കന്മാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഓരോ ദിവസവും വിയർത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിവരയിട്ട പ്രസംഗങ്ങൾ പാർലമെൻറ്റിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഹാജരാകാൻ തന്നെ മടിക്കുകയാണ് പലപ്പോഴും. അഡാനിക്കെതിരെ അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കയിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തതിനെതിരെ പാർലമെൻറ്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ BJP ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അഡാനിയുടെ വ്യവസായ സാമ്രാജ്യം ലോകരാജ്യങ്ങളിൽ പടർന്ന് പന്തലിക്കാൻ വേണ്ടി നരേന്ദ്രമോദി അഡാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ ഓപ്പോസിഷൻ പാർട്ടികളും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ലോക്സഭാ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം BJP ഗവൺമെൻറ് ആകെ അങ്കാലപ്പിലാണ്. BJP ഗവൺമെൻറ്റിനെതിരെ അവരുടെ കുരുക്ക് കൊള്ളുന്ന പ്രസംഗങ്ങൾ BJP ഗവൺമെൻറ്റിന് ഇപ്പോൾ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിഷൻ പാർട്ടികളുടെ യോജിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളിൽ തളർന്നു പോയ BJPയും അവരുടെ NDA നേതാക്കന്മാരും കൃത്യമായി രചിച്ച രാഷ്ട്രീയ നാടകമാണ് ഈയിടെ പാർലമെൻറ്റിൽ അരങ്ങേറിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഭയപ്പെടുത്താനാണ് BJP നേതാക്കൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ശക്തമായി പാർലമെൻറ്റിലും പുറത്തും BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി അവർക്കെതിരെ രാഷ്ട്രീയ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും.